ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് പൊരിച്ച പത്തിരി. ഇപ്പം നോമ്പ് കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ ആവശ്യമുള്ളത് അരിപ്പൊടിയാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഞാനിവിടെ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഞാൻ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. നല്ല ജീരകത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടി കൂടിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ കുറയാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5-6 കുഞ്ഞുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ ചെയ്യാനുള്ളത് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കുക. മാക്സിമം നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി തന്നെ വാങ്ങാൻ നോക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടിയാണ്. അതിലേക്ക് ഞാൻ ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് സ്പൂൺ കൊണ്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ, കൈവച്ച് മിക്സ് ചെയ്യേണ്ട. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇച്ചിരിയായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഞാൻ ഇച്ചിരിയായിട്ട് തിളച്ച വെള്ളം തന്നെ എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ അടച്ചു വെക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളമല്ലേ ഒഴിച്ചിരിക്കുന്നത്, അപ്പം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും മാവ്. അപ്പോൾ നമുക്കിത് കുറച്ച് കഴിഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്കിതുപോലെ ഒരു ജാർ എടുക്കണം. അതിലേക്ക് നമുക്ക് തേങ്ങ, പിന്നെ അതിലേക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം, നല്ല ജീരകം ഇട്ട് കൊടുക്കാം, പിന്നെ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതായത് നമ്മൾ ഇട്ടിരിക്കുന്ന ഈ കുഞ്ഞുള്ളി നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം, അത്രയും മതി. ഒത്തിരി അങ്ങ് പേസ്റ്റായി പോകരുത്, എന്നാലും ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്ന രീതിക്കായിരിക്കണം. ഞാൻ കാണിച്ചു തരാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, കുഞ്ഞുള്ളി കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് ക്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് എടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇനി നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഒരുപാട് തിളച്ച വെള്ളമൊന്നും വേണ്ട, ഒരു ഇളം ചൂട് വെള്ളം മാത്രം മതി. നന്നായിട്ട് വെള്ളമൊഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയും പെരിഞ്ജീരകവും നല്ല ജീരകവും കുഞ്ഞുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മാവ് ഒരുപാട് കട്ടിയാവാനും പാടില്ല, പക്ഷെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവണം. ഒത്തിരി വെള്ളം പോലെ ആവാൻ പാടില്ല. അപ്പോൾ ഏകദേശം നമുക്ക് കുഴയ്ക്കുമ്പോൾ അറിയാമല്ലോ, നമുക്കൊരു നമുക്ക് തന്നെ അറിയാം, കുഴയ്ക്കുമ്പോൾ ഒത്തിരി ഒന്ന് കട്ടിയായി പോകാനും പാടില്ല, പക്ഷെ ഒത്തിരി വെള്ളമായി പോകാനും പാടില്ല. ഒരു മീഡിയം ലെവൽ നമുക്കറിയാമല്ലോ, അപ്പോൾ അതുപോലെ തന്നെ എടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു മാവ് കുഴച്ചതും റെഡിയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ ഇത് നമ്മളിത് ഡീപ്പ് ഫ്രൈ ആക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു കുഴിഞ്ഞ ഒരു പാൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. ഇനി നമുക്ക് കയ്യിൽ ഒരു ലേശം എണ്ണ, 2 കയ്യിലും
നമ്മുടെ ഈ കൈവെള്ളയിൽ നന്നായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് എണ്ണ തേക്കുക, വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതിൽ ഒരു കുഞ്ഞുരുണ്ട എടുക്കുക, ഒരു ലെമൺ സൈസ് ഉരുണ്ട എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. കണ്ടോ, പെട്ടെന്ന് തന്നെ വിട്ട് വരും നമ്മുടെ കയ്യിൽ നിന്ന്. ഇതുപോലെ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കുക. സപ്പോസ് നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞ് ടിന്നിൻ്റെ അടപ്പൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് വെച്ച് തന്നെ കട്ട് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. കണ്ടോ, ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഫുൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച്, ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് ലോ ആക്കി വെച്ചിട്ട് വേണം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് ആ അരിപ്പൊടി നന്നായിട്ട്, അകത്ത് ഉള്ള അരിപ്പൊടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ, മാവ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൊരിച്ച പത്തിരി നമുക്ക് കഴിക്കാൻ പറ്റും. മാക്സിമം അതേപോലെ തന്നെ ഒന്നൊന്നായിട്ട് ഇട്ട് വറുത്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണമൊക്കെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും. അത് പിന്നെ നമുക്ക് ഇത് പൊങ്ങി വരുത്തൂല്ല. നന്നായിട്ട് ഈ നമ്മൾ പൂരി ചുടുന്ന സമയത്ത് എണ്ണയിൽ ഇടുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരത്തില്ലേ, അതുപോലെ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്ന ഇതാണ്. ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പൊരിച്ച പത്തിരിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഈ നോമ്പ് കാലത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നെക്സ്റ്റ് അപ്കമിങ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പി ആയിട്ട് വരാം. ആൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.